ഒരിക്കലും ഭാര്യ ഭർത്താക്കന്മാർ അവരുടെ ന്യൂനതകൾ പുറത്തു പറയാൻ പാടില്ല. ഒരിക്കലേ പ്രവാചകൻ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ മകളെ സന്ദർശിക്കാൻ വേണ്ടിയിട്ട് വരിക. ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹയുടെ അരികിലെത്തി. അപ്പോൾ റസൂൽ എത്തുന്നതിൻ്റെ തൊട്ട് മുമ്പേ അലി റളിയല്ലാഹു അൻഹുവും ഫാത്തിമയും തമ്മിൽ ഒരു ചെറിയൊരു സംസാരം ഉണ്ടായിട്ടുണ്ടായിരുന്നു. പിണക്കം എന്നൊന്നും അതിനെ വിശേഷിപ്പിക്കാൻ പറ്റില്ല. ചെറുതായിട്ട് അവർ രണ്ടുപേരും ഒന്ന് സംസാരിച്ചിട്ടുണ്ടായിരുന്നു അങ്ങോട്ടും ഇങ്ങോട്ടും. അപ്പോൾ വാപ്പ വന്ന സമയത്ത് വാപ്പ വന്നിട്ട് അലിയെ ചേർത്ത് പിടിച്ചിട്ട് ചോദിക്കുന്നുണ്ട്, അല്ല അലി, എൻ്റെ മോൾ എങ്ങനെയുണ്ട്? എൻ്റെ മോൾ ഫാത്തിമ അല്ലേ, അവൾ എങ്ങനെയുണ്ട് എന്ന് ചോദിക്കുക മരുമോൻ്റെ അടുത്ത്. അപ്പോൾ ഫാത്തിമ ഉള്ളിൽ നിന്ന് ഇങ്ങനെ പ്രതീക്ഷിക്കുന്നുണ്ട്, ഉപ്പ പറയും എൻ്റെ ഉപ്പാനോട്. ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം എൻ്റെ ഉപ്പാനോട് ഇപ്പോൾ പരാതിയായി പറയുമെന്നിങ്ങനെ പ്രതീക്ഷിച്ച് ഉള്ളിൽ നിൽക്കുക കേട്ടോ. പക്ഷെ അലി റളിയല്ലാഹു അൻഹു പറഞ്ഞ എന്താണെന്നറിയോ? നിങ്ങളെ മോള് സൂപ്പറാട്ടോ, നിങ്ങളെ മോള് അടിപൊളിയാണ്. വിവാഹത്തിൻ്റെ അർത്ഥം വിശുദ്ധമാക്കപ്പെട്ട വാഹനം എന്നാണ് മലയാളത്തിൽ. വിവാഹം എന്ന വാക്കിൻ്റെ അർത്ഥം വിശുദ്ധമാക്കപ്പെട്ട വാഹനം, അതായത് വിശുദ്ധമായതിനെ വഹിച്ചു കൊണ്ടുപോകുന്നത് എന്ന്. ആ വാഹനത്തിലുള്ള വിശുദ്ധമാക്കപ്പെട്ട രണ്ടുപേര് ഇണകളാ. ഭാര്യ ഭർത്താവ് എന്നാണ് മലയാളത്തിൽ പണ്ട് പറഞ്ഞിരുന്നത്. ഇപ്പം അത് പറയാൻ പാടില്ല എന്നാണ് പുതിയ നിയമം. ഭാര്യ ഭർത്താവ് എന്ന് വെച്ചാൽ എന്താ? ഭാര്യൻ്റെ അർത്ഥം എന്താ? ഭരിക്കപ്പെടുന്നവൾ. ഭർത്താവിൻ്റെ അർത്ഥം എന്താ? ഇന്നയാളെ ഭരിക്കുന്നവൻ. അങ്ങനെയാണോ? ചമ്പക്കുത്ത് അങ്ങനെയല്ല എന്നുള്ള എനിക്ക് ഉറപ്പാ. എന്തേ ആരൊരു അഭിപ്രായം പറയണില്ലല്ലോ തമ്പുരാനെ. ചമ്പക്കുത്ത് ഭരിക്കുന്നവളും ഭരിക്കപ്പെടുന്നവനുമാ? അങ്ങനെയല്ലട്ടാ. അത് മലയാളികൾ വിളിക്കുന്നുണ്ടെങ്കിൽ പരിശുദ്ധ ഖുർആനിൽ അങ്ങനെയല്ല. ഇണകൾ എന്നാണ് പറയുന്നത്. സൗജന. എത്ര മനോഹരമായ വാക്കാന്നറിയോ അത്. സൗജ് എന്ന് പറഞ്ഞാൽ എന്താ? ഇണക്കമുള്ളവർ, ഇണങ്ങുന്നവർ. അതിൻ്റെ അറബി ഭാഷയിൽ അതിൻ്റെ അർത്ഥം എന്താണെന്നറിയോ? മണ്ണിലേക്ക് ഇറ്റ് വീണ വെള്ളത്തുള്ളി, അതുമല്ലെങ്കിൽ ചവച്ചരയ്ക്കപ്പെട്ടത്. ഇത് രണ്ടും നോക്കൂ നിങ്ങൾ. ചവച്ചരയ്ക്കപ്പെട്ടതെന്ന് വെച്ചാൽ എന്താ? നമ്മൾ കഴിച്ച ഭക്ഷണം. ഇപ്പം നിങ്ങൾ ചായയും സമൂസയൊക്കെ കഴിച്ചു, അതങ്ങ് ചവച്ചരച്ച് കഴിഞ്ഞാൽ ചായ വേറെയും സമൂസ വേറെയും നമുക്ക് വേർതിരിക്കാൻ പറ്റില്ല. മണ്ണിലേക്ക് ഇറ്റ് വീണ വെള്ളത്തുള്ളിയെ, അത് ഇറ്റ് വീണ് കഴിഞ്ഞാൽ പിന്നെ മണ്ണിൽ നിന്ന് ആ വെള്ളത്തുള്ളിയെ നമ്മൾക്ക് വേർതിരിക്കാൻ പറ്റില്ല. അത്രയേറെ മനോഹരമാക്കിക്കൊണ്ട് വസ്ത്രത്തിനോട് ഉപമിച്ച രണ്ട് ബന്ധങ്ങൾ. അതേ ഖുർആനിൽ തന്നെ രാത്രിയോടും പകലിനോടുമാണ് ആണിനെയും പെണ്ണിനെയും ഉപമിച്ചിട്ടുള്ളത്. അത്രയേറെ വ്യത്യസ്തരാണെന്ന് നമുക്കറിയാം. ശരീരം കൊണ്ട് രണ്ടുപേരും രണ്ട് രൂപത്തിലുള്ളത്. വ്യത്യസ്തരാണ് ആണും പെണ്ണും. ശരീരം കൊണ്ട് മാത്രമല്ല, ചിന്തകൾ കൊണ്ട്, മാനസികാവസ്ഥകൾ കൊണ്ട്, എല്ലാം കൊണ്ടും, വികാരങ്ങൾ കൊണ്ട്, എല്ലാം കൊണ്ടും ആണും പെണ്ണും രണ്ട് ടൈപ്പിലുള്ളത്. അതുകൊണ്ടാണ് രാത്രിയോടും പകലിനോടും ഉപമിച്ചിട്ടുള്ളത്. ഇങ്ങനെയുള്ള രണ്ട് പേര്, രണ്ട് ജീവിത സാഹചര്യങ്ങളിൽ ജീവിച്ചു വന്ന രണ്ട് പേര്, ലോകത്തെ ഏറ്റവും ഐഡിയോളജിക്കലായ, ലോകത്തിലെ ഏറ്റവും ഐഡിയലായ കപ്പിൾസ് ആരാന്നറിയോ? ചരിത്രത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ആർക്കെങ്കിലും അറിയോ? ഏറ്റവും നല്ല ഭാര്യ ഭർത്താക്കന്മാർ ഇസ്ലാമിക ചരിത്രത്തിലെ പ്രവാചകരും ആയിഷ ബീവി എന്നൊരാൾ പറഞ്ഞു, പ്രവാചകരും ഖദീജ ബീവി എന്ന് വേറൊരാൾ പറഞ്ഞു. വേറെ എന്തെങ്കിലും ആൻസർ ഉണ്ടോ? വെരി ഗുഡ്. ആയിരുന്നു? ബീവി ഫാത്തിമ റളിയല്ലാഹു അൻഹയും അലി റളിയല്ലാഹു അൻഹുവുമാണ് ഏറ്റവും നല്ല ഭാര്യ ഭർത്താക്കന്മാർ. അതിനൊരു കാരണമുണ്ട് അല്ലെ. അള്ളാന്റെ പ്രവാചകരുടെ മകളും മരുമോനും, ഇവർ രണ്ടുപേരും ഏറ്റവും നല്ല ഭാര്യ ഭർത്താക്കന്മാരെന്ന് പറയുന്നുണ്ട്. കാരണം ഇവർ രണ്ടുപേരും ഒരേ അന്തരീക്ഷത്തിൽ വളർന്നു വന്നവരാ. രണ്ടുപേരും വളർത്തിയത് ആരാണ്? പ്രവാചകരാണ് അല്ലേ. ചരിത്രം അറിയില്ലേ? രണ്ടുപേരെയും വളർത്തിയത് പ്രവാചകൻ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. രണ്ടുപേരെയും വളർത്തിയത്. രണ്ടുപേരുടെയും ഇഷ്ടങ്ങളും അനിഷ്ടങ്ങളും രീതികളും ഒക്കെ ഒരുപോലെയാ. ഒരേ അറ്റ്മോസ്ഫിയറിൽ, ഒരേ അന്തരീക്ഷത്തിൽ വളർന്നു വന്ന രണ്ടുപേരും വിവാഹിതരായി. സ്വാഭാവികമായും ഏറ്റവും ഐഡിയൽ കപ്പിൾസ് എന്ന ഒരു കാറ്റഗറിയിലേക്ക് അവരെത്തുക. അത്രയും മനോഹരമായ ദാമ്പത്യ ജീവിതം നയിച്ച ആളുകൾ എന്ന രീതിയിലേക്ക് അവരെത്തുകയാണ്. പക്ഷെ നമ്മൾ പലപ്പോഴും അങ്ങനെയാണോ? ആണോ? എടവണ്ണ ജീവിച്ച ഞാനാണ് എവിടെ എത്തിയത്? എടക്കരെത്തിയത് അല്ലേ. എടവണ്ണ ഉദ്യോഗസ്ഥ ഫാമിലിയിൽ എൻ്റെ ഉമ്മാൻ്റെ ഉപ്പാൻ്റെ മകളായി ന്യൂക്ലിയർ ഫാമിലിയിൽ 3 പേര് 3 കുട്ടികൾ മാത്രമുള്ള, ഉമ്മയും ഉപ്പയും അടങ്ങുന്ന 5 പേര് മാത്രമുള്ള കുടുംബത്തിൽ നിന്ന് എത്തിയതോ എടക്കര അല്ലേ. അത്രയും ദൂരമുള്ളൊരു സ്ഥലത്ത്, അതും പക്കാ ബിസിനസ് ഫാമിലിയിൽ 10ലേറെ ജനങ്ങൾ അന്ന് തന്നെ ഉണ്ട്. അത്രയും മനുഷ്യന്മാരുള്ള എൻ്റർലി ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു ഫാമിലിയിൽ എത്തുന്നത്. നിങ്ങൾക്ക് എൻ്റെ എന്നാൽ ഉദാഹരണം പറയാൻ പറ്റുള്ളൂ. നിങ്ങളതൊക്കെ നിങ്ങൾ വിചാരിച്ചാൽ മതി ഉള്ളിലേ അല്ലേ. എൻ്റെ വിളേജ് എങ്ങനെയാണെന്ന് തോന്നുന്നതിന് പകരം എല്ലാവരും അവരവരുടെ ആലോചിച്ചാൽ മതി. നമ്മൾ എൻ്റർലി ഡിഫറെൻറ്റ് കൾച്ചറിൽ നിന്നും അതുമായിട്ടൊരു സാത്മ്യവും ഇല്ലാത്തൊരു ബന്ധത്തിലേക്ക് എത്തിച്ചേരുക. അതാണ് വിവാഹം എന്ന് പറയുന്നത്. ആ വിശുദ്ധമാക്കപ്പെട്ട വാഹനം എന്ന് പറയുന്നത് അതാണ്. വേർപിരിക്കാൻ പറ്റാത്ത രൂപത്തിൽ കെട്ടുപിണഞ്ഞു കിടക്കുന്ന മരച്ചില്ലകൾ എന്നാണ് തനാഖഹത്തുൽ അസ്ജാർ എന്ന വാക്കിൽ നിന്ന് നിക്കാഹ് എന്നുള്ള പദം ഉണ്ടായിട്ടുള്ളത്. വേർപിരിക്കാൻ പറ്റാത്ത രൂപത്തിൽ കെട്ടുപിണഞ്ഞു കിടക്കുന്ന മരച്ചില്ലകൾ.
വേർപിരിക്കാൻ പറ്റൂല. അത്രയേറെ ദൃഢത വേണം ആണിനും പെണ്ണിനും ഇടയിൽ നിക്കാഹിലൂടെ ഉണ്ടാവേണ്ട ബന്ധത്തെക്കുറിച്ച് പരിശുദ്ധ ഖുർആൻ നമ്മെ ഓർമ്മിപ്പിക്കുക. ആനന്ദവും ആഹ്ലാദവും സംതൃപ്തിയാണ് അവിടെ ഉണ്ടാവേണ്ടത്. എൻ്റെ ബാധ്യതയാണ് എൻ്റെ ജീവിതത്തിൽ ഏറ്റവും മികച്ച ഭാര്യ ഞാൻ ആവുന്നുണ്ട് എങ്കിൽ, എൻ്റെ വസ്ത്രം എൻ്റെ ഭംഗിയാണ് എങ്കിൽ, എൻ്റെ അലങ്കാരമാണ് എങ്കിൽ, എൻ്റെ ന്യൂനതകളെ മറച്ചു വെക്കുന്നതാണ് എങ്കിൽ, ഞാനും എൻ്റെ ഇണയും ചേരുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഭംഗി വർദ്ധിക്കേണ്ടതുണ്ട്. എന്നോട് ചേർന്ന് നിൽക്കുമ്പോൾ എൻ്റെ ഭംഗി കൂടേണ്ടതുണ്ട്. ഈ ന്യൂനതകളെ കുറിച്ച് പറഞ്ഞപ്പോഴേ പലപ്പോഴും ക്ലിനിക്കിൽ ഈ അടുത്തുണ്ടായൊരു അനുഭവമാണ്. ഒരു പെണ്ണ് അവിടെ എൻ്റെ കുടുംബ പ്രശ്നമൊക്കെ പറയാൻ വേണ്ടിയിട്ടാണ് വന്നതേ. അപ്പോൾ അവരുടെ കൂടെ തന്നെ വേറൊരു പെണ്ണും കൂടെ ഉണ്ട്. അപ്പോൾ ഉള്ള പുതിയാപ്പിളിനെ കുറിച്ചാണ്, ഭർത്താവിനെ കുറിച്ചിട്ടുള്ള പ്രശ്നങ്ങളാണ് അവൾ പറഞ്ഞു തുടങ്ങിയത്. ഏകദേശം 1 മണിക്കൂറോളം അവൾ പരാതികൾ പറഞ്ഞു. പക്ഷേ അവളെക്കാളും പരാതികൾ പറയണത് കൂടെ ഉള്ള ഈ പെണ്ണാണ്. അപ്പം ഞാൻ ഓർത്തത് ചിലപ്പോൾ മൂപ്പരെ പെങ്ങളേകാരം, അതും അല്ലെങ്കിൽ മൂപ്പര ഉമ്മേ ആരെങ്കിലുമൊക്കെ ആയിരിക്കും, മൂപ്പര വീട്ടിൽ ആരെങ്കിലുമൊക്കെ ആയിരിക്കും. അതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോൾ ഞാൻ ചോദിച്ചു ഇതാരാണ് എന്ന്. ഓൾ എൻ്റെ അയൽവക്കക്കാരത്തെയാണ് എന്ന്. ആരേനി? തൊട്ടപ്പുറത്തെ അയൽവാസിയാണല്ലോ. പ്രിയപ്പെട്ടവരെ, വ്യക്തമായ നിർദ്ദേശം പരിശുദ്ധ ഇസ്ലാമിലുണ്ട്. ഒരിക്കലും ഭാര്യ ഭർത്താക്കന്മാർ അവരുടെ ന്യൂനതകൾ പുറത്തു പറയാൻ പാടില്ല. ഒരിക്കലേ പ്രവാചകൻ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ മകളെ സന്ദർശിക്കാൻ വേണ്ടിയിട്ട് വരിക. ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹയുടെ അരികിലെത്തി. അപ്പോൾ റസൂൽ എത്തുന്നതിൻ്റെ തൊട്ട് മുമ്പേ അലി റളിയല്ലാഹു അൻഹുവും ഫാത്തിമയും തമ്മിൽ ഒരു ചെറിയൊരു സംസാരം ഉണ്ടായിട്ടുണ്ടായിരുന്നു. പിണക്കം എന്നൊന്നും അതിനെ വിശേഷിപ്പിക്കാൻ പറ്റില്ല. ചെറുതായിട്ട് അവർ രണ്ടുപേരും ഒന്ന് സംസാരിച്ചിട്ടുണ്ടായിരുന്നു അങ്ങോട്ടും ഇങ്ങോട്ടും. അപ്പോൾ വാപ്പ വന്ന സമയത്ത് വാപ്പ വന്നിട്ട് അലിയെ ചേർത്ത് പിടിച്ചിട്ട് ചോദിക്കുന്നുണ്ട്, അല്ല അലി, എൻ്റെ മോൾ എങ്ങനെയുണ്ട്? എൻ്റെ മോൾ ഫാത്തിമ അല്ലേ, ഓൾ എങ്ങനെയുണ്ട് എന്ന് ചോദിക്കുക മരുമോൻ്റെ അടുത്ത്. അപ്പോൾ ഫാത്തിമ ഉള്ളിൽ നിന്ന് ഇങ്ങനെ പ്രതീക്ഷിക്കുന്നുണ്ട്, ഉപ്പ പറയും എൻ്റെ ഉപ്പാനോട്. ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം എൻ്റെ ഉപ്പാനോട് ഇപ്പോൾ പരാതിയായി പറയുമെന്നിങ്ങനെ പ്രതീക്ഷിച്ച് ഉള്ളിൽ നിൽക്കുക കേട്ടോ. പക്ഷെ അലി റളിയല്ലാഹു അൻഹു പറഞ്ഞ എന്താണെന്നറിയോ? നിങ്ങളെ മോള് സൂപ്പറാട്ടോ, നിങ്ങളെ മോള് അടിപൊളിയാണ്, ഓക്കൊരു പ്രശ്നമില്ല, ഓള് വൈബാണ്. നമ്മളെ പുതിയ ഭാഷ, നമ്മളെ കുട്ടികളെ പുതിയ ലാംഗ്വേജ് അങ്ങനെ, ഓള് വൈബാണ്, ഓള് അടിപൊളിയാണ്, ഓള് സൂപ്പറാണ് കേട്ടോ എന്ന് വാപ്പാനോട് അമ്മോശാങ്കനോട് പറയുക. അങ്ങനെ വാപ്പ പോയി കഴിഞ്ഞപ്പോൾ ഫാത്തിമ അത്ഭുതപ്പെട്ട് വന്നിട്ട് എന്നിട്ട് ഇണയോട് അലിയുടെ അടുത്ത് ചോദിക്കുന്നുണ്ട്, നിങ്ങൾ എന്താ എന്നെക്കുറിച്ച് നേരത്തെ ഉണ്ടായ സംഭവം ഉപ്പാനോട് പറയാതിരുന്നത് എന്ന്. അലി റളിയല്ലാഹു അൻഹു നൽകിയൊരു മറുപടി ഉണ്ട്. എൻ്റെ പ്രവാചകർ എന്നെ പഠിപ്പിച്ചിട്ടുണ്ട്, തൻ്റെ ഇണയുടെ ന്യൂനതകൾ അതൊരാളോടും പറയാൻ പാടില്ല എന്ന്. അത് ഓളെ ഉമ്മയായിക്കോട്ടെ, ഓളെ വാപ്പയായിക്കോട്ടെ, ഓളെ ആങ്ങളമാരായിക്കോട്ടെ, ആരോടും അവളെക്കുറിച്ചുള്ള ന്യൂനതകൾ പറയാൻ പാടില്ല. പിന്നെന്താ കാട്ടുക? അത് ഇസ്ലാമിൽ പറയുന്നുണ്ട്. അവൾക്ക് ന്യൂനതകൾ മാത്രമേ ഉള്ളൂ എന്ന് വിചാരിച്ചോളി, നമുക്കേ കുറവുകൾ മാത്രമേ ഉള്ളൂ എന്ന് വിചാരിക്കുക. എന്താ മൂപ്പര് കാട്ടേണ്ടത്? ആ കുറവുകളെ നിർത്താൻ നോക്കണ്ട. കാരണം വളഞ്ഞ വാരിയലിൽ നിന്നാണ് അവളെ ഉണ്ടാക്കിയിട്ടുള്ളത്. അത് നിർത്താൻ നോക്കിയാലേ ആ വാരിയലിൽ പൊട്ടണ പോലെ ഓള് പൊട്ടുന്ന്. പിന്നെ എന്താ പരിഹാരം? അതും പറഞ്ഞു തന്നിട്ടുണ്ട് അല്ലേ. ആകെ കുഴപ്പത്തിലാക്കി വിടൂലല്ലോ ഇസ്ലാം. അതും ഇസ്ലാമിൽ പറഞ്ഞു തന്നിട്ടുണ്ട്. എന്ത് ചെയ്യണം? കുറേ ന്യൂനതകൾ ഉണ്ടെങ്കിലേ ഒരു നന്മയെങ്കിലും ഒക്കെ ഉണ്ടാവും എന്ന്. ഒരു നന്മയെങ്കിലും ചമ്പക്കുത്താർക്കും ഇടവണ്ണക്കാർക്കും നിലമ്പൂരാർക്കും ഒക്കെ ഉണ്ടാവും. നമ്മൾ പെണ്ണുങ്ങൾക്കേ ഒരു നന്മയെങ്കിലും നമുക്കുണ്ടാവും. ആ നന്മയിലേക്ക് നോക്കിക്കൊണ്ട് സംതൃപ്തി അടയുവാനാ ആരോട് പറയണത്? ആണുങ്ങളോട് പറയണത്. ആ നന്മയിലേക്ക് നോക്കിക്കൊണ്ട് സംതൃപ്തി അടയുക. ഒരു നന്മയില്ലാത്ത പെണ്ണുങ്ങൾ ഉണ്ടോ ഇയാളെ ഭൂമിയിൽ? ഉണ്ടോ? എന്തെങ്കിലും ഒരു നന്മയില്ലാത്ത പെണ്ണുങ്ങൾ നിങ്ങളെവിടെ ഇല്ല, എൻ്റെ നിലമ്പൂരും ഇല്ല, നമ്മളെ ഇടവണ്ണി എവിടെ ഇല്ല. അതുകൊണ്ട് ആ നന്മയെ ചൂഴ്ന്ന് പിടിച്ച് കണ്ടുപിടിക്കുക. എന്നിട്ട് അതിലേക്ക് നോക്കിക്കൊണ്ട് സംതൃപ്തി അടയുവാൻ പറയുമ്പോൾ, പ്രിയപ്പെട്ടവരെ, എന്നിലെ ഏറ്റവും നല്ല ഭാര്യയെ ഞാൻ എങ്ങനെ വാർത്തെടുക്കണം? എൻ്റെ നൗഷാദ് ഖാനെ മാത്രം അനുസരിക്കണം അല്ലേ? വാപ്പ മരണപ്പെട്ടിട്ടാണെങ്കിലും അദ്ദേഹത്തിൻ്റെ സമ്മതമില്ലാതെ, ഭർത്താവിൻ്റെ സമ്മതം ഇല്ലാതെ നമ്മൾ പുറത്തിറങ്ങാൻ പാടില്ല. ഭർത്താവിൻ്റെ സമ്മതമില്ലാതെ വാപ്പ മരണപ്പെട്ടിട്ടാണെങ്കിൽ പോലും പുറത്തിറങ്ങാൻ പാടില്ല എന്ന് പറയുമ്പോൾ അത് തന്നെയാണ് ഉത്തമയായ ഒരു സ്ത്രീ, അത് തന്നെയാണ് ഉത്തമയായ ഭാര്യ. അവൻ്റെ അഭാവത്തിൽ അവൻ അർഹതപ്പെട്ടതിനെ എല്ലാം സംരക്ഷിക്കുന്നവളാവേണ്ടതുണ്ട്. അവൻ്റെ അഭാവത്തിൽ അവന് ആവശ്യപ്പെട്ടതെല്ലാം, അവൻ അർഹതപ്പെട്ടതെല്ലാം സംരക്ഷിക്കുന്നവളാവേണ്ടതുണ്ട്. അവൻ നോക്കുമ്പോൾ അവനെ സന്തോഷിപ്പിക്കുന്നവളാവേണ്ടതുണ്ട് അല്ലേ? നല്ല ഭാര്യയായി കഴിയുമ്പോൾ ഇപ്പുറത്ത് ഇതേപോലെ പറയുന്നുണ്ട് കേട്ടോ, ഒരു ചാർട്ട് പേപ്പർ വാങ്ങുക, എന്നിട്ട് എഴുതി വെക്കുക. 2 ചാർട്ട് പേപ്പർ വാങ്ങിയിട്ടേ 2 ചാർട്ട് പേപ്പറിൽ എഴുതുക. എന്നിട്ട് എന്താ ചെയ്യുക? സിറ്റ് ഔട്ടിൽ തന്നെ എഴുതി വെക്കുക. കയറി വരുമ്പോൾ അത് വായിച്ചിട്ട് പുറൻ്റെ ഉള്ളിൽ അങ്ങോട്ട് കയറുക. സംഗതി ഞാൻ എൻ്റെ കഞ്ഞിയിൽ പാറ്റിടുക അല്ലേ? ഈ കണ്ടോ മനുഷ്യന്മാരൊക്കെ കൂടി ഇത് കേട്ട് കണ്ടിട്ട് നന്നായി കഴിഞ്ഞാൽ എൻ്റെ ക്ലിനിക്കിൽ ആരെങ്കിലും വരുന്നുണ്ടെയാളെ വരുമോ? ഒരു ദിവസം ഒരു 12 കേസ് വരുന്നുണ്ടെങ്കിൽ അതിൽ 8 കേസ് മാപ്പിളയും പെണ്ണുങ്ങളുവാ. 8 കേസും പുതിയാപ്പിളയും പുതിയണ്ണും തമ്മിലുള്ള പ്രശ്നമാണ്.
എപ്പോഴും ആലോചിക്കും, പഠിച്ച തമ്പുരാനെ ഇങ്ങനെ പ്രശ്നത്തിൽ എങ്ങനെ ജീവിക്കുക, കുടുംബത്തിൽ എങ്ങനെയാണ് മക്കൾ ആ കുടുംബത്തിൻ്റെ ഉള്ളിൽ നിന്ന് ഇവർ രണ്ടുപേരെ ഇടയിൽ നിന്ന് നന്മ നിറഞ്ഞ അന്തരീക്ഷത്തിൽ മക്കൾ വളരുക? അസാധ്യമാണ്. ആ ഒരു അനുഭവം കൂടെ ഞാൻ മറന്നു വന്നിച്ചിട്ടാട്ടോ ഇപ്പം തന്നെ ഓർമ്മ വന്നപ്പോൾ തന്നെ പറയണത്. ഇതിങ്ങനെ കാണാതെ പഠിച്ച് പറയണതല്ലല്ലോ, ഒരു ഫ്ലോയിൽ പറഞ്ഞു പോണതാ. അപ്പോൾ ഇത് മറക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് പറയാം. ക്ലിനിക്കിൽ ബാധ ഒഴിപ്പിക്കാൻ വേണ്ടി കൊണ്ടുവരും. നിങ്ങളൊക്കെ ഇവിടെ ഇല്ലേ? ക്ലിനിക്കിലേ ബാധ ഒഴിപ്പിക്കാൻ വേണ്ടി കൊണ്ടുവരുന്ന എന്ത് ബാധ? പ്രേതബാധ. പ്രേതബാധ തുന്നും കൊണ്ട് ഒഴിപ്പിക്കാൻ പറ്റൂല. പ്രേതബാധ അല്ല, അക്ഷരത്തിൽ ചെറിയൊരു പഴമുണ്ട്, പ്രേമബാധ. പ്രേമബാധ ഒഴിപ്പിക്കാൻ വേണ്ടിയിട്ട് കൊണ്ടുവരും. അപ്പം ഈ പ്രേമബാധ ഒഴിപ്പിക്കുന്നതിനിടയിലേ എൻ്റെ 8 വർഷത്തെ അനുഭവമാണ് പറയണത്. വീട്ടിൽ ഉമ്മയും വാപ്പയും നല്ല സ്നേഹത്തിൽ, വളരെ ഐക്യത്തിൽ, വളരെ സന്തോഷത്തിലും സമാധാനത്തിലൊക്കെ ജീവിക്കുന്ന കുടുംബാന്തരീക്ഷമാണ് എങ്കിൽ ഒരു 3-4 സിറ്റിംഗ് കൊണ്ടൊക്കെ ആ കുട്ടികളെ ഈ ബാധയിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടുത്താൻ പറ്റും. നേരെ മറിച്ച് ഉമ്മയും വാപ്പയും തൊട്ടേനും പിടിച്ചതിനൊക്കെ കലഹവും ബഹളവും പ്രശ്നവും അഭിപ്രായ വ്യത്യാസങ്ങളും ഒച്ചയും വിളയും നായാട്ടുള്ള അന്തരീക്ഷമെന്ന് വിചാരിക്കുക. ഈ കുട്ടികളെ ഞാൻ 4 അല്ല 10 സിറ്റിംഗ് ഇരുന്നിട്ടും കാര്യമില്ല, എൻ്റെ ശ്വാസം മുട്ടുകയെന്നല്ലാണ്ട് ഒരു കാര്യമില്ല. പ്രേതബാധ നമുക്ക് ഒഴിച്ച് വിടാൻ പറ്റൂല. അതെൻ്റെ അനുഭവമാണ്. ഞാനൊരു സർവേ പോലെ തന്നെ നടത്തിയിട്ടുണ്ട്. ഓരോ ദിവസത്തെ എൻ്റെ കേസ് എടുത്തിട്ട് 10, 4000, 5000 കേസുകളൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു. ഇതൊക്കെ ഞാൻ എടുത്ത് അസസ് ചെയ്ത് കണ്ടുപിടിച്ചൊരു കാര്യം. അത് കുടുംബത്തിനുള്ളിൽ ഭയങ്കര രസമുണ്ട് എന്നുണ്ടെങ്കിൽ, അതിനുള്ളിൽ സമാധാനം, സന്തോഷം, സംതൃപ്തി ഉണ്ടെന്നുണ്ടെങ്കിൽ കുട്ടികളെ വേഗം നമുക്ക് നിന്ന് മാറ്റിക്കൊണ്ടുവരാൻ പറ്റും. പക്ഷെ അതില്ലേ, എന്ത് ചെയ്തിട്ടും കാര്യമില്ല. അതുകൊണ്ട് ഒരു കുട്ടി പറഞ്ഞ കാര്യം ഞാൻ എപ്പോഴും മനസ്സിലോർക്കുന്ന ഒരു കാര്യമാണ്. ക്ലിനിക്കിൽ വന്നിട്ട് എൻ്റെ റൂമിലിരുന്ന് 2 സിറ്റിംഗ് ആയിട്ടുണ്ട്. ബാധ ഒഴിപ്പിക്കാൻ വേണ്ടി എന്നെ കൊണ്ടുവന്നേ. ഈ കുട്ടി ഇതൊക്കെ കഴിഞ്ഞ് പോകാൻ നേരം എൻ്റെ അടുത്ത് പറയും, ഡോക്ടർ നിങ്ങൾ ഇനിയും എന്നെ വിളിപ്പിക്കണം കേട്ടോ എന്ന്. അപ്പോൾ ഞാൻ ചോദിച്ചു, അതെന്തിനാടി ഇനിയും എന്തിനാ അന്നെങ്ങനെ വിളിപ്പിക്കണേ? അവൾ പുറത്ത് ചൂണ്ടിക്കാണിച്ചിട്ട് പറയാം, വെയിറ്റിംഗ് റൂമിലേക്ക് ചൂണ്ടിക്കാണിച്ചിട്ടേ ഡോക്ടർ കണ്ടോ അതെന്ന്. അപ്പം നോക്കുമ്പോൾ ആ കുട്ടീൻ്റെ ഉമ്മയും വാപ്പയും സോഫയിൽ അടുത്തിരിക്കുന്നുണ്ട്. ഓല് രണ്ടാളും ഇങ്ങനെ എന്തോ പിറുപിറുക്കണമുണ്ട്. രണ്ടുപേരും ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും എന്തൊക്കെയോ പറയാണ്. എന്നുവെച്ചാൽ അത് കണ്ട എൻ്റെ ഉമ്മയും വാപ്പയല്ലേ. പൊന്നാര ഡോക്ടർ നിങ്ങൾക്ക് അറിയോ, ഞാൻ പ്രേമിക്കാൻ തുടങ്ങിയ ശേഷം ഓല് രണ്ടാളും ഞാൻ ഇങ്ങനെ കാണുന്നത് എന്ന്. ഈ മോള് ഓക്ക് പ്രേമം തുടങ്ങിയതിന് ശേഷമാണ് ഇത്ര ഉമ്മാനും വാപ്പാനും ഇത്ര അടുത്തിരിക്കണത് ഓള് കാണുന്നത്. ഓളെ പ്രേമം പിടിച്ചതിന് ശേഷം ഉമ്മയും വാപ്പയും ഒരുമിച്ച് ഭക്ഷണം കഴിക്കുക, ഓല് തമ്മിൽ ഒരുമിച്ചിരിക്കുക, ഓല് തമ്മിൽ ഒരുമിച്ച് വർത്താനം പറയുക. അങ്ങനെയെങ്കിൽ ഒരു രണ്ടാൾ ഒരുമിച്ചിരിക്കണത് എനിക്കൊന്ന് കാണാലോ എന്ന് പറയണ കുട്ടികളുണ്ട്. എന്നിട്ട് നമ്മൾ ആലോചിക്കണം, ആരെ കുറിച്ചാണ് പറയണത്? വസ്ത്രത്തിനോട് ഉപമിച്ച 2 പേരെ അല്ലേ? ഈ ചവച്ചരയ്ക്കപ്പെട്ടത് എന്ന് ഉപമിച്ച 2 പേരെ. അത്രയേറെ ഇണങ്ങി ചേരേണ്ട 2 പേര് പിണങ്ങി ജീവിക്കുക, തെറ്റി നിൽക്കുക. ഞാൻ പറഞ്ഞില്ല എന്തിൻ്റെയൊക്കെ പേരിലാ? അവിടെയാണല്ലോ മനസ്സിലാക്കൽ എന്ന് പറയുന്ന ഒരു കാര്യം ഉണ്ടാവേണ്ടത്. ഒരു സ്ത്രീ 5 വർഷമായി ഇപ്പോഴും എൻ്റെ ക്ലിനിക്കിൽ കൗൺസിലിങ്ങിന് വന്നുകൊണ്ടിരിക്കുക. കാരണം എന്താണെന്നറിയോ? ഭർത്താവും ആ സ്ത്രീയും തമ്മിൽ ഒന്ന് പറഞ്ഞ് രണ്ടാമത്തേന് അടിയാ, പ്രശ്നം, കച്ചറയാണ്. രണ്ടാളും തോറ്റു കൊടുക്കാൻ തയ്യാറല്ല. തോറ്റു കൊടുക്കുക എന്ന് പറയുന്നത് വലിയൊരു കാര്യമാണ് അല്ലേ? തോറ്റു കൊടുക്കാനാണ് നമുക്ക് ഏറ്റവും മടിയും. അല്ലാണ്ട് പ്രവാചകൻ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ ബീവി ആയിഷ റളിയല്ലാഹു അൻഹയോടൊപ്പം ഓട്ട മത്സരം നടത്തി തോറ്റു കൊടുക്കുമായിരുന്നു. ആർക്ക്? ആയിഷ ബീവിക്ക്. നമുക്കറിയാം ആരെ ജയിക്കുള്ളൂ. മസിൽ പവർ ആണിനാണ് കൂടുതലുള്ളത്. അതിന് എത്ര ഫെമിനിസം പറഞ്ഞിട്ടും കാര്യമല്ല, ബയോളജി നമുക്ക് മാറ്റാൻ പറ്റൂലല്ലോ. അത് ആണിന് തന്നെയാണ് കൂടുതൽ. മസിൽ ടെക്സ്ചർ കൂടുതലുള്ളത് അത് ആണിനാണ്. സ്വാഭാവികമായും ആണാണ് ഓട്ട മത്സരത്തിൽ ജയിക്കുള്ളൂ. പക്ഷേ പ്രവാചകൻ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ തോറ്റു കൊടുക്കുമായിരുന്നു. പായസപാത്രം അങ്ങോട്ട് തട്ടി മറിച്ചിട്ടിട്ടും നമ്മളാണ് മറിച്ചെന്നുണ്ടെങ്കിൽ ഞാൻ കെട്ടും പാട്ടും കെട്ടി ഇടവണ്ണ ഉണ്ടാവൂലേ? സാധ്യത ഉണ്ടോ? ഉണ്ടാവുമോ? പ്രവാചകൻ എന്താ ചെയ്തത്? ഓരോ ചില്ല് കഷ്ണവും പെറുക്കിയെടുത്ത് അവിടെ ക്ലീൻ ചെയ്തിട്ട് കൊണ്ടുവന്ന കുട്ടിയോട് പറയുന്നുണ്ട്, നിങ്ങൾ ഉമ്മ ഇങ്ങനെയല്ലട്ടോന്ന്, നിങ്ങൾ ഉമ്മ ഇങ്ങനെയല്ലാട്ടോന്ന് പറയുന്നുണ്ട്. ക്ഷമയാണ് പ്രിയപ്പെട്ടവരെ, ക്ഷമ. ഈ ക്ഷമ എന്ന് പറഞ്ഞ വാക്കന്നെ പലപ്പോഴും നമ്മളൊക്കെ മറന്നു പോയിട്ടുണ്ട് അല്ലേ? ക്ഷമയും സഹനവും നമ്മളെ ഡിക്ഷണറിയിൽ ഇല്ല. നമ്മുടെ ഡിക്ഷണറിയിൽ നിന്ന് അത് ആ വാക്കന്നെ മായ്ച്ചു പോയിട്ടുണ്ട്. ആ ക്ഷമയാണ് ജീവിതത്തിലേക്ക് കൊണ്ടുവരേണ്ടത്. ആ സഹനശേഷിയാണ് ജീവിതത്തിലേക്ക് കൊണ്ടുവരേണ്ടത്. ഇവിടെ വഴക്കായി, പ്രശ്നമായി. ഇവരുടെ പ്രത്യേകത എന്താണെന്നറിയോ? വഴക്ക് കൂടി പ്രശ്നമായി കഴിഞ്ഞാൽ രണ്ടുപേരും 2 റൂമിൽ പോയി കിടന്നുറങ്ങും. രണ്ടുപേരും 2 റൂമിൽ പോയി കിടക്കും. അന്നും രണ്ടാളും 2 റൂമിൽ കിടന്നു. വാപ്പയമ്മയും 2 റൂമിലാണ് കിടന്നുറങ്ങണേ. രാവിലെയായി ഉമ്മ എഴുന്നേറ്റ് നിസ്കാരമൊക്കെ കഴിഞ്ഞ് അടുക്കളയിൽ കയറി ഭക്ഷണം ഉണ്ടാക്കുന്നതിൻ്റെ ഇടയിൽ ഗൾഫിലുള്ള മോള് വിളിക്കുകയാണ്. മക്കളെയൊക്കെ കെട്ടിച്ച് പേരക്കുട്ടികളൊക്കെ ആയിട്ടുണ്ടായിരുന്നു. മകള് വിളിച്ചിട്ട് കുശലാന്വേഷണങ്ങളൊക്കെ കഴിഞ്ഞ് ഇടയ്ക്ക് വെച്ച് ഉപ്പ എവിടെ മാന്ന്? എനിക്കറിയില്ല, എണീറ്റിട്ടില്ല എന്ന് തോന്നണു. മകളുടെ നിർബന്ധത്തിന് വഴങ്ങി ഉപ്പാനെ വിളിക്കാൻ പോവാണ്. ഉപ്പാനെ വിളിക്കാൻ വേണ്ടിയിട്ട് റൂമിൽ പോയി പേര് വിളിച്ചു നോക്കി. 3-4 തവണ പേര് വിളിച്ചു. ഉപ്പ അറിയണില്ല, കേൾക്കാത്ത പോലെ കിടക്കുക. ഉമ്മ എന്തേത് നിവൃത്തിയില്ലാണ്ടൊന്ന് തോണ്ടി നോക്കി. വാപ്പ അറിയണില്ല, തോണ്ടിയിട്ടും അറിയണില്ല. അപ്പോൾ ഒന്ന് അമർത്തി തട്ടി നോക്കി.
തട്ടിയിട്ടും അറിയണില്ല. മെല്ലെ മറിച്ചിട്ട് നോക്കുമ്പോഴേ പ്രിയപ്പെട്ടവരെ, ഒരിക്കലും ഉണരാത്ത ഉറക്കത്തിലേക്ക് പകുതി തുറന്നു വെച്ച വായും കണ്ണുമായി അദ്ദേഹം മടങ്ങിയിട്ടുണ്ട്. കഴിഞ്ഞ 9 മണിക്കൂറുകൾക്ക് മുമ്പേ മരണപ്പെട്ടു പോയിട്ടുണ്ട് പ്രിയപ്പെട്ട ഭർത്താവ്. അവസാന നിമിഷത്തിൽ ഒരു തുള്ളി വെള്ളം കൊടുക്കാൻ പോലും, കെലിമ ചൊല്ലിക്കൊടുക്കാൻ പോലും, എന്നോട് പൊറുക്കെന്ന് പറയാൻ പോലും, വിട്ടുവീഴ്ച ചോദിക്കാൻ പോലും പറ്റാത്ത അവസ്ഥയിലും മരണപ്പെട്ട് പിരിയാണ് രണ്ടുപേരും. ഡിപ്രഷൻ എങ്ങനെയാ തീരുക? കൗൺസിലിംഗ് കൊടുത്തിട്ട് കാര്യമില്ല, ഹിപ്നോതെറാപ്പി കൊടുത്തിട്ട് കാര്യമില്ല, സൈക്യാട്രിക് മെഡിസിൻ കൊടുത്തിട്ട് കാര്യമില്ല. ആ മനസ്സിനേറ്റ മുറിവിനെ തീർക്കാൻ ഒരു മനുഷ്യനും കഴിയൂല. അതുകൊണ്ട് ചിന്തിക്കുക, മരണം എന്ന് പറയുന്നത് കണ്ട നാളേക്കാൾ അടുത്തുണ്ട്. അതെപ്പോഴാ വരിക നമുക്ക് പറയാൻ പറ്റില്ല. ഒരിക്കലും പിണങ്ങി ജീവിക്കുവാൻ പാടില്ല. ഇങ്ങനത്തെ അനുഭവങ്ങൾ, പ്രയാസങ്ങളും പ്രശ്നങ്ങളും ഉണ്ടാവുന്ന അനുഭവങ്ങൾ സമ്മാനിക്കുന്ന ക്ലിനിക്കുകൾ എൻ്റെ ക്ലിനിക്കിലെ. എന്നും മടങ്ങുമ്പോഴേ, വൈകുന്നേരം മടങ്ങുന്ന സമയത്ത് ഒന്നെങ്കിലും ഉമ്മാനെ വിളിക്കും, ഉമ്മ ഫ്രീ ആണെങ്കിൽ ഉമ്മച്ചനെ വിളിക്കും, നൗഷാദക്ക് ഫ്രീ ആണെങ്കിൽ നൗഷാദക്കാനെ വിളിക്കും. ഈ 2 മനുഷ്യന്മാരെ വിളിച്ച് ഇടക്കരെത്തണവരെ സംസാരിക്കും. അന്ന് ഉണ്ടായ ക്ലിനിക്കിൽ അനുഭവങ്ങളൊക്കെ പറഞ്ഞു കഴിയുമ്പോഴാണ് നമ്മുടെ ഉള്ളിലുള്ള പ്രയാസങ്ങളൊക്കെ ഒന്ന് തീരുക. പക്ഷെ അന്നൊരു ദിവസം എനിക്കൊന്നും വിളിച്ച് സംസാരിക്കാൻ ഉണ്ടായിരുന്നില്ല. ഏത് ദിവസമാണെന്നറിയോ? അന്ന് വീട്ടിൽ വന്ന ഒരു അനുഭവം കൂടി പറയുകയാണ് പ്രിയപ്പെട്ടവരെ. ക്ലിനിക്കിൽ വന്ന ഒരു അനുഭവം. പ്രായമായ ഒരു വല്യമ്മയും വല്യപ്പയാണ്. നിങ്ങളൊക്കെ ഇവിടെ ഇല്ലേ? മടുപ്പുണ്ടാ? ഇല്ലേ? ഉറങ്ങണ്ട, എണ്ണളപ്പരി പോണ്ടേ? സമൂസം ചായ കുടിച്ചിരിക്കല്ലേ, വല്ല എനർജി ലോസ് ഒന്നും ഉണ്ടാവില്ല. അപ്പം നമ്മൾ പറഞ്ഞു വന്നത്, ക്ലിനിക്കിലേക്ക് ഒരു ദിവസം പ്രായമായ ഒരു വല്യമ്മയും വല്യപ്പയും വരിക. റിസപ്ഷനിൽ ഞാൻ ചോദിച്ചു, ഇത്രയും പ്രായമായ വല്യമ്മാനെയും വല്യപ്പാക്കൊക്കെ എന്തിനാ അപ്പോയിൻമെൻറ്റ് കൊടുക്കണത്? ഒരു ഫോണിൽ കൂടെ സംസാരിക്കുമായിരുന്നല്ലോ, അല്ലെങ്കിൽ വീട് അടുത്താണെങ്കിൽ ഞാൻ പോയി സംസാരിക്കുമായിരുന്നല്ലോ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ അവർ പറഞ്ഞു അവർക്ക് വന്നേ പറ്റൂ, അതുകൊണ്ടാണ് കൊടുത്തത് എന്ന് പറഞ്ഞ് അങ്ങനെ വരികയാണ്. വാപ്പാക്ക് ഏകദേശം ഒരു 80-85 വയസ്സുണ്ടാവും വല്യപ്പാക്ക്, വല്യമ്മാക്കും ഉണ്ടാവും 80 വയസ്സൊക്കെ. എന്തിനാ അവർ കൊണ്ടുവരുന്നതെന്നറിയോ? കാര്യം നിസ്സാര. ഓലെ പ്രശ്നം എന്താണെന്നറിയോ? വല്യപ്പാക്ക് ഉറങ്ങാൻ ഫാന് വേണം, വല്യമ്മാക്ക് ഉറങ്ങാൻ ഫാന് വേണ്ട. പ്രശ്നം എന്താ? അതാ ഞാൻ നേരത്തെ പറയണ പല സന്ദർഭങ്ങളും നിങ്ങളെ പുരയ്ക്ക് പോയാൽ അവിടെ ഉണ്ടാവുമെന്ന്. പോണ്ട, ഇവിടെ മാത്രം ഇരുന്നാൽ മതി. വല്യപ്പാക്ക് ഫാന് വേണം, വല്യമ്മാക്ക് ഫാന് വേണ്ട. കാര്യം നിസ്സാരല്ലേ? വലിയ മോന് വളരെ സിമ്പിളായിട്ട് പരിഹരിച്ചു കൊടുത്തു. അതിനിപ്പോൾ എന്താ പ്രശ്നം? വാപ്പൊരു റൂമിൽ കിടന്നോട്ടെ, ഉമ്മൊരു റൂമിലും കിടന്നോട്ടെ, പ്രശ്നം തീർന്നില്ലേ? വാപ്പൊരു റൂമിലും ഉമ്മൊരു റൂമിലും കിടക്കട്ടെ, വാപ്പ ഫാനിട്ട് കിടന്നോട്ടെ, ഉമ്മ ഫാൻ ഇടണ്ടാച്ചാ പോരെ എന്ന്. പക്ഷെ പ്രശ്നം അതല്ല. ഉമ്മയും വാപ്പയും 2 റൂമിൽ കിടക്കൂല, വാപ്പയമ്മയും 2 റൂമിൽ കിടക്കൂല. പിന്നെന്താ കാട്ടുക? ചെറിയ കുട്ടി ഇടപെട്ട്, ചെറിയ ഇളയ മോൾ ഇടപെട്ടിട്ട് പറഞ്ഞു, സാരല്ല, എന്നാൽ 2 റൂമിൽ കിടക്കണ്ട, ഓലെ 2 ആളെ നമുക്ക് 2 കട്ടിലുമ്മ കിടത്താം. വാപ്പാൻ ഒരു മൂലയിലൊരു കട്ടിലും ഉമ്മാൻ ഈ മൂലയിലൊരു കട്ടിലും കിടത്താം, വാപ്പാൻ്റെ നേർക്ക് നമുക്ക് ഫാന് തിരിച്ചു വെക്കാന്ന്. പ്രശ്നം അവിടെയും തീർന്നില്ല. കാരണം എന്താ? ഓല 2 ആളും 2 കട്ടിലും കിടക്കൂലോ, ഓല് 2 ആളും 2 കട്ടിലും കിടക്കൂലെന്ന്. അപ്പൊ ചെറിയ പേരക്കുട്ടി ആ കുഞ്ഞു ബുദ്ധിയിൽ ഉദിച്ചൊരു കാര്യം പറഞ്ഞു. എന്താണെന്നറിയോ? ആയിക്കോട്ടെ, നിങ്ങൾ 2 ആളും 2 റൂമിലും കിടക്കണ്ട, 2 കട്ടിൽമേലും കിടക്കണ്ട, നിങ്ങൾക്ക് 2 ആളും കുറച്ച് നീങ്ങി കിടക്കാൻ പറ്റുമോ എന്ന്. കുറച്ച് നീങ്ങി കിടന്നൂടെ, നമുക്ക് വാപ്പാൻ്റെ സൈഡിലേക്ക് ഫാന് തിരിച്ചേക്കാലോ എന്ന്. അവിടെയും പരിഹരിക്കാൻ പറ്റാത്തതുകൊണ്ടാണ് ക്ലിനിക്ക് വന്നത്. ഓല് 2 ആളും നീങ്ങി കിടക്കൂലോ ഇല്ലേ? പിന്നെ ഒരു എക്സ്പേർട്ട് തെറാപ്പിസ്റ്റ് ഡോക്ടർ അതിൻ്റെ ഇടയിൽ ഇടപെട്ടാലേ പ്രശ്നം പരിഹരിക്കാൻ പറ്റുള്ളൂ എന്ന് വന്നതുകൊണ്ടാണ് ക്ലിനിക്കിൽ വന്നത്. അൽഹംദുലില്ലാ പ്രശ്നം പരിഹരിച്ചു പോയി. അന്നത്തെ ദിവസം എൻ്റെ ക്ലിനിക്കിൽ ഏറ്റവും മനോഹരമായ ദിവസമായിരുന്നു. അത്രയേറെ എനിക്ക് ആനന്ദവും സന്തോഷവും നൽകിയ ദിവസമായിരുന്നു പ്രിയപ്പെട്ടവരെ. ഇത് കാലം കഴിയും തോറും വീര്യം കൂടേണ്ട ഒന്നാണ് അല്ലെ? മവദ്ദത്തും റഹ്മ എന്നാ പറയണത്. കാരുണ്യവും സ്നേഹവും ലവ്വൊക്കെയാണ് അവിടെ ഉണ്ടാവേണ്ടത്. ഇത് പൊരൻ്റെ ഉള്ളിൽ അതൊന്നുമില്ല അല്ലേ? വീടിൻ്റെ ഉള്ളിൽ ഹലാലായ പ്രണയം ഉണ്ടാവേണ്ട വീടിൻ്റെ ഉള്ളിൽ നിന്ന് പ്രണയത്തിൻ്റെ പ്രാ പോലും കുട്ടികൾ കാണില്ല. പക്ഷെ പുറത്തേക്ക് അങ്ങോട്ട് പോയാലോ, നമ്മൾ പാരൻറ്റിങ്ങൊക്കെ വന്നാൽ പിന്നെ ഈ ദിവസം 2 ദിവസം എടുത്താലും തീരൂല അല്ലേ? പാരൻറ്റിങ്ങിൽ എന്നിൽ എൻ്റെ ഉമ്മാനെ ഞാൻ നന്നാക്കുമ്പോഴാണ് ഞാൻ കുടുങ്ങുക അല്ലേ? ഭാര്യയൊക്കെ നന്നായിപ്പോൾ, മരുവോളും നന്നായി അല്ലേ? മരുവോൾ നന്നായോ? ആ വിഷയം പിന്നെ തുടങ്ങിയാൽ തീരുണ്ണയാളെ. അമ്മായിമ്മ മരുവോള് പ്രശ്നം എന്തെത്താ നമ്മൾ കാട്ടുക? സംഗതി ഓള് വേറെ അമ്മാൻ്റെയും അപ്പാൻ്റെയും കുട്ടിയൊക്കെ തന്നെയാ പുരയ്ക്ക് കയറി വന്നത്. നിങ്ങൾ ആലോചിച്ചൊക്കെ, ഒരു മരം പറിച്ചങ്ങ് വേറെ മണ്ണിൽ നടുമ്പോൾ ആ മരത്തിനെ കുറച്ച് പരിചരിക്കേണ്ടതുണ്ട്. നമ്മൾ കുറച്ച് വെള്ളമൊക്കെ കൊടുത്ത് കുറച്ച് കൂടുതൽ പരിചരിക്കേണ്ടതുണ്ട്. ഇതൊക്കെ ഒഴിവാക്കി വരികയല്ലേ? എൻ്റെ അനുഭവം എന്താണെന്നറിയോ? ഇവിടെ നിന്ന് അങ്ങോട്ട് കല്യാണം കഴിഞ്ഞ് ഇടയ്ക്കര എത്തിയ സമയത്തെ സംഗതി ഉറക്കം തന്നെ വരുന്നുണ്ടായിരുന്നില്ല. കാരണം എന്താ? എനിക്കൊരു ദുശീലുണ്ട്. ദുശീലെന്നോ ശീലെന്നോ ഒബ്സഷനെന്നോ ഒസ്വാസെന്നോ എന്ത് വേണമെങ്കിലും പറയാം. ഒരു ഒബ്സസീവ് കമ്പൽസറി പേഴ്സണാലിറ്റി ഡിസോർഡർ ആണെന്നൊക്കെ ചിലപ്പോൾ എനിക്ക് തോന്നലുണ്ട്. എന്താണെന്ന് വെച്ചാൽ എനിക്ക് ചെറുപ്പം മുതലേ ഉറങ്ങാൻ എൻ്റെ ഉപ്പാൻ്റെ മണം വേണം. ഉപ്പാൻ്റെ തുണി, ഉപ്പാൻ്റെ തുണിയുണ്ട്, ആ തുണി മുഖത്തിട്ടിട്ടാണ് ഞാൻ കിടന്നുറങ്ങുക.
അത് ഉമ്മ പറയും തൊട്ടിലിലൊക്കെ കിടക്കുന്ന സമയത്തെ ഞാൻ അങ്ങനെയാണെന്ന്. ഉപ്പ ഒരു ദിവസമൊക്കെ ഉടുത്ത് മാറ്റി വെച്ച കുറച്ച് നേരമൊക്കെ ഉടുത്ത് അടുത്ത ദിവസം കൂടി ഉടുക്കാൻ വേണ്ടി മടക്കി വെച്ച തുണി ഉണ്ടാവും. ഉപ്പാൻ്റെ തുണിക്കൊരു പ്രത്യേക മണാ. എൻ്റെ ഉപ്പ കുട്ടിക്കൂറ പൗഡറാണ് ഉപയോഗിക്കുക. ആ കുട്ടിക്കൂറ പൗഡറും ഉപ്പാൻ്റെ വിയർപ്പും കൂടെയൊക്കെ കൂടി കലർന്നൊരു പ്രത്യേക മണമുണ്ട്. അതിൽ ഭയങ്കര രസമുള്ളൊരു മണമാണത്. എന്താ പറയുക, അനിർവചനീയമാണ് ശരിക്കും ആ മണം എന്ന് പറയുന്നത്. അത് മുഖത്തിട്ടിട്ടാണ് ഞാൻ കിടന്നുറങ്ങുക. കല്യാണം കഴിയുമ്പോൾ ആരെങ്കിലും ആ തുണി ഉണ്ടാവുമോ? കാരണം എനിക്കെന്നെ അറിയില്ലല്ലോ ഇത് ഉണ്ടായാലേ ഉറങ്ങാൻ പറ്റുള്ളൂ എന്നുള്ളത്. കല്യാണം കഴിഞ്ഞ് പോയി പഠിച്ച തമ്പുരാനെ ഉറക്കം വരുന്നില്ല. അടുത്ത ദിവസം നമ്മൾ അടുക്കള കാണാൻ വരുമല്ലോ അല്ലേ. ഉമ്മ അടുക്കള കാണാൻ വരുന്ന സമയത്ത് ആദ്യം ഉമ്മാനെ വിളിച്ച് ഞാൻ പറഞ്ഞു, ഉമ്മച്ചേ എപ്പാനൊരു തുണി നിങ്ങൾ കയ്യിൽ വെക്കണട്ടാന്ന്. ആ തുണി മുഖത്തിട്ടിട്ടാണ് പിന്നെ ഉറങ്ങിയത്. ഒരു പെണ്ണിനെ സംബന്ധിച്ച് ഇത്രയും നിസ്സാരമാണ് അല്ലേ. നമ്മൾ കിടന്നുറങ്ങിയ വീടും കൂടി ആ ഉമ്മാനെ വാപ്പാനെ ആ അന്തരീക്ഷം ഒക്കെ വിട്ടിട്ട് നമ്മൾ പോവാണ് മറ്റൊരാളുടെ വീട്ടിലേക്ക്. അവിടെ ചിലപ്പോൾ ഒന്ന് വേരുറച്ച് വരാൻ കുറച്ച് സമയമൊക്കെ പിടിക്കും. ആ വേര് അവിടെ ഉറക്കണമെന്നുണ്ടെങ്കിൽ അവിടെയുള്ള മനുഷ്യന്മാർ അത്രയും കൂടുതൽ അവളോട് സഹകരിക്കേണ്ടതുണ്ട്, അവളെ പരിഗണിക്കേണ്ടതുണ്ട്, അവളെ പരിചരിക്കേണ്ടതുണ്ട്. താൻ പ്രസവിച്ചിട്ടില്ല എങ്കിലും തൻ്റെ മകളാണ് എന്ന ചിന്തയിലേക്ക് ഏത് അമ്മായിമ്മയും എത്തണം. വേണ്ടേ? ഞാൻ ഔഷാദ് ഖാനടുത്ത് വസിയത്ത് ചെയ്തൊരു കാര്യം, ഓരോ ദിവസവും ഈ അമ്മായിമ്മമാരോട് പ്രശ്നം കേട്ട് മടുത്തിട്ടേ എനിക്ക് 3 ആൺകുട്ടികളാ. ഇവർ ഇൻഷാ അല്ലാ ഞാൻ ജീവനോടുണ്ട് എങ്കിൽ 3 പെൺകുട്ടികൾ അവർ വരാനും അത് കാണാനുള്ള ഭാഗ്യം എനിക്ക് ലഭിക്കുന്നുണ്ട് എങ്കിൽ, എപ്പോഴാണോ ഞാൻ അവരെ പ്രസവിച്ച ഉമ്മയായിക്കൊണ്ട് എനിക്ക് അവരോട് പെരുമാറാൻ പറ്റാതെ വരുന്നത്, അന്ന് നിങ്ങൾ ഇന്നേ പോരെന്ന് മാറ്റണം കേട്ടോ എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇല്ലേ? ഞാൻ പ്രസവിക്കാത്ത എൻ്റെ മക്കളായിക്കൊണ്ട്, എൻ്റെ സ്വന്തം മക്കളായിക്കൊണ്ട് മറുമകൾ എന്ന മരുമകൾ എന്താണ്? മറുമകൾ, മകളുടെ അപ്പുറം ഭാഗമാണ്. മകളോട് ഒരുപോലെയും മരുമകളോട് ഒരുപോലെയും കാണിക്കരുത്, തെറ്റാണ്. മക്കൾക്ക് ഉമ്മാരോടും വാപ്പാരോടും മാത്രമല്ല ബാധ്യതകൾ ഉള്ളത്, പടച്ചോൻ കാരുണ്യം കൊണ്ട് നോക്കുക പോലും ചെയ്യുകയില്ല എന്നാ പറയണത് 2 കൂട്ടര്. പരലോകത്ത് വെച്ച് പടച്ചോൻ കാരുണ്യം കൊണ്ട് നോക്കുക പോലും ചെയ്യൂലെന്ന്. മക്കളെ ഒറ്റപ്പെടുത്തിയ മാതാപിതാക്കളെ, മക്കളെ ഒറ്റപ്പെടുത്തുന്ന പറഞ്ഞാൽ എന്താ? ഈ കയറി വരുന്ന മകൾ എൻ്റെ മകളാ, മരുമകളല്ല, എൻ്റെ മറുമകളാണ്, എൻ്റെ മകൾക്ക് പകരം കയറി വരുന്നവളാണ്. അവളെ സംരക്ഷിക്കേണ്ട, അവളെ സ്നേഹിക്കേണ്ട, അവളെ പരിചരിക്കേണ്ട ബാധ്യത ആ ഉമ്മാക്കുണ്ട് എങ്കിൽ ആ ഉമ്മാൻ്റെ കാലിനടിയിൽ തന്നെ അവളെ സ്വർഗ്ഗമുള്ളത്. അത് അവളും മനസ്സിലാക്കേണ്ടതുണ്ട്. അപ്പോൾ ഉമ്മയല്ലേ രാവിലെ കയറി ചെല്ലുമ്പോൾ അടുക്കളയിൽ ആരും ഫസ്റ്റ് എത്തിക്കോട്ടെ, എന്തിനാ ഈഗോ ക്ലാഷ്, എന്തിനാ ഒന്ന് സലാം പറഞ്ഞ് കയറുക. എന്തെങ്കിലും കുറുമ്പോ കുശുമ്പോ ഉണ്ട് എങ്കിൽ അതങ്ങ് ഉരുകി ഇല്ലാതെ ആയിക്കോളും. രാത്രി ഉറങ്ങാൻ പോകുമ്പോൾ, കിടക്കാൻ വേണ്ടി റൂമിലേക്ക് പോകുമ്പോൾ അടുക്കളയിലുള്ള ഉമ്മാനോടും മുത്തച്ഛനോടും ഇളച്ചിനോടും ആരൊക്കെയാണോ ഉള്ളത് ഓരോടൊക്കെ അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞിട്ട് റൂമിലേക്ക് പോവുക. ആ പിണക്കങ്ങളോ അഭിപ്രായ വ്യത്യാസങ്ങളോ എന്തെങ്കിലും ഉണ്ട് എങ്കിൽ അത് അവിടെ അങ്ങ് ഇല്ലാതെ ആവേണ്ടതുണ്ട്. അതുകൊണ്ട് നമ്മൾ ശ്രദ്ധിക്കണം പ്രിയപ്പെട്ടവരെ, ബന്ധങ്ങളെ ഊഷ്മളമാക്കുക. 5 നേരം നിസ്കരിക്കും, തസ്ബീമാല കയ്യിൽ നിന്ന് വെക്കലുണ്ടാവില്ല, 24 മണിക്കൂർ നിസ്കാരപ്പായയിലാണ്. മരോക്ക് ഉമ്മ എന്ന് പറയുമ്പോൾ അതിന് പേടിയും വെപ്രാളുവാ. എന്ത് കാര്യമുള്ളത്? ആലോചിക്കുക, എന്ത് കാര്യമാണ് അതിലുള്ളത്? ആ നിസ്കാരം തസ്ബീമാല കയ്യിൽ പിടിച്ച് നടക്കുന്നതും ദിക്റും സ്വലാത്തും ചൊല്ലണതും പടച്ചോൻ സ്വീകരിക്കണില്ല. അവളെ മകളായിക്കൊണ്ട് കാണുന്നുണ്ട് എങ്കിൽ, അവളുമായുള്ള ബന്ധം ഊഷ്മളമാക്കുന്നുണ്ട് എങ്കിൽ മാത്രമേ പ്രാർത്ഥന സ്വീകരിക്കുകയുള്ളൂ പ്രിയപ്പെട്ടവരെ. അതുകൊണ്ട് മനസ്സിലാക്കുക, എന്നിലെ മികച്ച ഭാര്യയെ ഞാൻ പുറത്തേക്ക് എടുക്കേണ്ടതുണ്ട്, എന്നിലെ മികച്ച മരുമകളെ ഞാൻ കാണിച്ചു കൊടുക്കേണ്ടതുണ്ട്. എങ്കിൽ മാത്രമേ പടച്ചോൻ നാളെ ചോദ്യം ചെയ്യുമ്പോൾ, പടച്ചോൻ നാളെ ചോദിക്കുമ്പോൾ ആ ചോദ്യത്തിന് മുമ്പിൽ ഉത്തരം മുട്ടാതിരിക്കുകയുള്ളൂ. അതുപോലെ ബാധ്യത, ആണുങ്ങൾക്കില്ലേ ബാധ്യത? നിങ്ങളിൽ ഏറ്റവും ഉത്തമരാരാന്നാ പറയണേ? ഒരു ചാർട്ട് പേപ്പർ എഴുതിയിട്ടുള്ളൂ അല്ലേ? 2ാമത്തെ ചാർട്ട് പേപ്പർ എഴുതണ്ടേ ഇല്ലേ? പൊരൻ്റെ മുമ്പിൽ ഒട്ടിക്കാൻ 1ാമത്തെ ചാർട്ട് പേപ്പറിൽ 3 കാര്യം നമ്മൾ കേട്ടു. 2ാമത്തെ ചാർട്ട് പേപ്പറിൽ ഒട്ടിക്കേണ്ടത് എന്താണെന്നറിയോ? നിങ്ങളിൽ ഏറ്റവും ഉത്തമൻ പള്ളിക്കാർക്കും മഹല്ലുകാർക്കും അങ്ങാടിയിലുള്ള ആളുകൾക്കൊന്നും ഉത്തമനായിട്ട് കാര്യമല്ലോ. പിന്നെ ആർക്കാ ഉത്തമനാവണ്ടേ? പൊരയുള്ള പെണ്ണിനെ. പൊരയിലുള്ള പെണ്ണിനോട് ഏറ്റവും മാന്യമായി പെരുമാറുന്നവനാണ് നിങ്ങളിൽ ഏറ്റവും ഉത്തമൻ എന്ന് പറയുമ്പോൾ, അവൾക്ക് ന്യൂനതകളുണ്ട് എങ്കിൽ അവളിൽ ഒരു നന്മയെങ്കിലും അവശേഷിക്കുന്നുണ്ടാവും. ആ നന്മയിലേക്ക് നോക്കിക്കൊണ്ട് ആ നന്മയിലേക്ക് നോക്കിക്കൊണ്ട് നീ സംതൃപ്തി അടയുക എന്ന് പറയുമ്പോൾ എങ്ങനെ പ്രിയപ്പെട്ടവർ നമ്മളൊക്കെ പൊരയിൽ പ്രശ്നം ഉണ്ടാവുക ഇല്ലേ? ഒരു പ്രശ്നം, ഒരു ന്യൂനത ഒക്കെ കാണുമ്പോൾ തന്നെ ഒക്കെയുള്ള ഒരു നന്മനെ കുറിച്ച് ആലോചിച്ചാൽ പോരെ? അത് സാരല്ല, എന്തൊക്കെ പറഞ്ഞാലും അവൾ ഇങ്ങനെയാണല്ലോ, അപ്പോൾ പ്രശ്നം ഉണ്ടാവില്ല. അതുകൊണ്ട് ഹബീബ് വീണ്ടും ഉണർത്തിയത്, നിങ്ങൾ മക്കൾക്ക് മുൻപിൽ വെച്ച് സ്നേഹം പ്രകടിപ്പിക്കുക, മക്കൾക്ക് മുൻപിൽ വെച്ച് വായിലേക്ക് ഭക്ഷണം വെച്ചു കൊടുക്കുക. വായിലേക്ക് ഭക്ഷണം വെച്ചു കൊടുക്കുന്നത് കുട്ടികൾ ആകെ എവിടെ കാണുള്ളൂ? റീൽസിൽ, പിന്നെ ഷോർട്സിൽ. റീൽസിലും ഷോർട്സിലും ഇഷ്ടം പോലെ കാണും അങ്ങോട്ടും ഇങ്ങോട്ടും വായിലേക്ക് ഭക്ഷണം വെച്ചു കൊടുക്കുന്നത്.
അത് ഹറാമായ സ്നേഹബന്ധങ്ങളിലല്ല പ്രിയപ്പെട്ടവരെ കുട്ടികൾ കാണേണ്ടത്. വീട്ടിൽ ഉമ്മയും വാപ്പയും പരസ്പരം ഭക്ഷണം വായിലേക്ക് വെച്ചു കൊടുക്കുന്നത് കാണുമ്പോൾ, ഉമ്മയും വാപ്പയും പരസ്പരം സ്നേഹിക്കുന്നത് കാണുമ്പോൾ, എൻ്റെ ഉപ്പാനെ കെട്ടി അന്ന് തുടങ്ങിയതാണ് എൻ്റെ ദുരിതം എന്ന് പറയാത്തൊരു ഉമ്മ ഉണ്ടാകുമ്പോൾ, എൻ്റെ ഉമ്മ എൻ്റെ തലയിൽ കയറി അന്ന് തുടങ്ങിയതാണ് എൻ്റെ കഷ്ടകാലം എന്ന് പറയാത്ത വാപ്പ ഉണ്ടാകുമ്പോൾ കുട്ടികൾ കല്യാണം കഴിക്കാൻ തയ്യാറാവും അല്ലേ? ഇത് പൊരയിൽ ഉമ്മയും വാപ്പയും കീരിയും പാമ്പും കണ്ടമായിരിക്കുക. എന്നിട്ട് 10-28 വയസ്സായി കുട്ടികളെ പിടിച്ചു വലിച്ച് കൊണ്ടുവരും. പൊന്നാര ഡോക്ടർ റേറ്റിങ്ങളൊന്ന് കെട്ടിച്ചേരുമോ എന്ന് ചോദിച്ചിട്ട്. എന്നെ കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും? പ്രിയപ്പെട്ടവരെ? കാരണം മക്കൾക്ക് നമ്മൾ കാണിച്ചു കൊടുക്കണം മാതൃക വീട്ടില. എന്തിനാ പൊന്നാര ഡോക്ടറെ വേലിയമ്മ കിടക്കണ പാമ്പിനെടുത്ത് തലയിലിടണമെന്നും കുട്ടികൾ ചോദിക്കലുണ്ട്. കാരണം ഉമ്മയും വാപ്പയും കലഹിക്കുന്നതും ബഹളം വെക്കുന്നതും കണ്ട് മടുത്ത കുട്ടികൾ വിവാഹമേ അബദ്ധമാണെന്ന് മനസ്സിലാക്കും, ഇതൊരു അടിമത്തമാണെന്ന് മനസ്സിലാക്കും. നമ്മളൊക്കെ ചെയ്ത് കൂട്ടിയതിൻ്റെ പരിണിത ഫലമാണ് ഇന്നത്തെ ജനറേഷൻ അനുഭവിക്കുന്നത്. ആർക്കും കെട്ടണ്ട, പെൺകുട്ടിയൊക്കെ എസ്പെഷ്യലി കല്യാണമേ കഴിക്കണ്ട, എല്ലാവർക്കും സിംഗിൾ ലൈഫാ. പഠിക്കുക, ജോലി ചെയ്യുക, പൈസ ഉണ്ടാക്കുക, ഒറ്റയ്ക്ക് ജീവിക്കുക അല്ലേ? മനുഷ്യനാണ്, പെണ്ണും ആണുമാണ്. സ്വതചിത്തമായ ചേഞ്ചസ് ശരീരത്തിന് സംഭവിക്കുന്നുണ്ട്. ഈസ്ട്രജൻ ഹോർമോണും ടെസ്റ്റോസ്റ്ററോൺ ഹോർമോണും ഉണ്ടാവും. സെക്ഷുവാലിറ്റി, ലൈംഗികത എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് അവരെത്തും. അത് ഫുൾഫിൽ ചെയ്യാൻ പിന്നെ ഡേറ്റിങ്ങിനും ലിവിങ് ടുഗദറിനും ഹോമോസെക്ഷുവാലിറ്റിക്കും ബൈസെക്ഷുവാലിറ്റിക്കും പോകേണ്ടി വരും അവർ. ഇതിനൊക്കെ കാരണക്കാരാരാ? നമ്മളാണ് എങ്കിൽ ചിന്തിക്കണം. മക്കൾ പറയണം, എൻ്റെ ഉപ്പയെപ്പോലെ, എൻ്റെ പെൺകുട്ടി പറയണം, എൻ്റെ ഉപ്പയെപ്പോലെ എൻ്റെ ഉമ്മയെ സ്നേഹിക്കുകയും പരിഗണിക്കുകയും സംരക്ഷിക്കുകയും എൻ്റെ ഉമ്മയുടെ കുടുംബത്തെ ബഹുമാനിക്കുകയും ആദരിക്കുകയും ചെയ്യുന്നൊരു ഭർത്താവിന് എനിക്ക് കിട്ടണമെന്ന് നമ്മളെ പെൺകുട്ടികൾ ആഗ്രഹിക്കണമെങ്കിലേ വാപ്പ അങ്ങനെ ആവണം. നമ്മൾ ആൺമക്കൾ ആഗ്രഹിക്കണം, എൻ്റെ ഉമ്മ എൻ്റെ ഉപ്പയെ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും പരിഗണിക്കുകയും ആദരിക്കുകയും എൻ്റെ ഉപ്പയുടെ കുടുംബത്തെ ബഹുമാനിക്കുകയും പരിഗണിക്കുകയും ചെയ്യുന്നത് പോലെ സ്നേഹിക്കുന്ന ഒരു ഭാര്യയെ എനിക്ക് കിട്ടണം നമ്മൾ ആൺകുട്ടികളും പറയണമെങ്കിലേ പൊരയിലത് ഉണ്ടാവണ്ടേ? അല്ലാണ്ട് കൗൺസിലിംഗ് കൊടുത്തിട്ടൊന്നും കാര്യമില്ല. എന്നെയാളെ സൈക്യാട്രിക് മെഡിസിൻ കൊടുത്തിട്ടും കാര്യമില്ല. പെൺകുട്ടികളും ആൺകുട്ടികളും കല്യാണം കഴിക്കൂല. പൊരയിൽ നല്ല സ്നേഹം കാണിക്കണം. എങ്കിൽ മാത്രമേ മക്കൾക്ക് ഏറ്റവും മികച്ച രക്ഷാകർതൃത്വം കൊടുത്തു എന്ന ആത്മനിർവൃതിയിലേക്ക്, ആത്മസംതൃപ്തിയിലേക്ക് നമുക്ക് എത്താൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് എൻ്റെ ജീവിതത്തിലെ ഓരോ ബാധ്യതകളും ഓരോ നിമിഷം പ്രാർത്ഥിക്കൽ അങ്ങനെ ഖുർറത്തഈൻ, കൺകുളിർമ ഏകണമേ എന്ന്. എൻ്റെ ഇണയിൽ നിന്നും മക്കളിൽ നിന്നും എല്ലാ ബന്ധങ്ങളിൽ നിന്നും എനിക്ക് കൺകുളിർമ ഏകണമേ നമ്മൾ ഓരോ നേരം പ്രാർത്ഥിക്കും. അത് വെറുതെ അങ്ങോട്ട് കിട്ടൂല. കൺകുളിർമ കുറച്ച് നയിക്കാനുണ്ട്. എസ്പെഷ്യലി മോഡേൺ കാലഘട്ടത്തിൽ റോബോട്ടിക്സ് യുഗമാണ്. നമ്മളെ കുട്ടികൾക്ക് നമ്മളെക്കാളും 300 ക്യൂബിക് സെൻറ്റിമീറ്റേഴ്സ് ഓഫ് ബ്രെയിൻ ഉണ്ട്. ടെക്നോളജി വൈസ് അത്ര ഉയരങ്ങളിലാണ് അവരുള്ളത്. അവരോടൊപ്പം നമ്മൾ അപ്ഡേറ്റഡ് ആവണം. 2 കാര്യങ്ങളാ ഏറ്റവും നല്ല ഉമ്മയും ഉപ്പയും ആകാൻ നമ്മൾ ചെയ്യേണ്ടത്. അവർക്ക് ഉത്തമ മാതൃക കാണിക്കുക. മൊബൈൽ അഡിക്ഷൻ കുട്ടികൾക്ക് ഉണ്ട് എങ്കിൽ ആദ്യം നമ്മളൊന്ന് വിചിന്തനം നടത്തണം. എനിക്ക് അഡിക്ഷൻ ഉണ്ടോയെന്ന്, ഇല്ലേ? എനിക്ക് അഡിക്ഷൻ ഉണ്ടോയെന്ന് നമ്മളൊന്ന് സ്വയം വിലയിരുത്തണം. ബാത്റൂമിൽ പോകുമ്പോൾ പോലും ഫോൺ കൊണ്ടുപോകണം. ഉമ്മാരും വാപ്പാരെയും കണ്ടിട്ടുണ്ട്. മക്കളിത് നോട്ടീസ് ചെയ്യും. വാപ്പാൻ്റെ കയ്യിൽ കക്കൂസ് പോകുമ്പോഴോ വാപ്പാൻ്റെ കയ്യിൽ ഫോണാണ് എന്ന്. കുട്ടികൾ എങ്ങനെ അഡിക്ഷൻ ഇല്ലാണ്ടിരിക്കുക? അതുകൊണ്ട് സ്ക്രീൻ ടൈം കുറക്കണമെന്ന് മക്കളോട് പറയുമ്പോൾ നമ്മൾ ചിന്തിക്കുക. മൊബൈൽ അഡിക്ഷന് വേണ്ടി ക്ലിനിക്കിൽ കൊണ്ടുവരുന്ന കുട്ടികൾ പറയണതാ, കൗൺസിലിംഗ് കഴിഞ്ഞ് ലാസ്റ്റ് അവർ ചോദിക്കുക, അല്ല ഡോക്ടർ ഉമ്മാൻ്റെ ഉപ്പാൻ്റെ കാര്യത്തിൽ എന്താ തീരുമാനം എന്ന്. അത്ര അഡിക്ഷൻ ആയിരിക്കും മാതാപിതാക്കൾക്ക്. അതുകൊണ്ട് ഉപദേശിക്കുന്ന കാര്യങ്ങൾ ഞാൻ ചെയ്യുന്നുണ്ടോ എന്ന് ആദ്യം നമ്മളൊന്ന് അനലൈസ് ചെയ്യുക, സ്വയം ഒന്ന് വിലയിരുത്തുക. എങ്കിൽ മാത്രം മക്കൾക്ക് പറഞ്ഞു കൊടുത്താൽ മതി. പിന്നെ പറഞ്ഞു കൊടുക്കേണ്ട കാര്യമില്ല, അവരത് കണ്ട് മനസ്സിലാക്കിക്കോളും. അതുകൊണ്ട് ഏറ്റവും നല്ല പാരൻറ്റിങ് കൊടുക്കാൻ നല്ല മാതൃക കാണിക്കുക. രണ്ടാമത്തത് അപ്ഡേറ്റഡ് ആവുക. കുട്ടികളുടെ ഇപ്പോഴത്തെ തിയറികൾ എന്തെല്ലാമാണ്, അവരുടെ ടേംസ് പോലും നമുക്ക് മനസ്സിലാവില്ല അല്ലേ? അവർ പറയുന്ന ടേംസ് പോലും നമുക്ക് കിട്ടൂല ചിലപ്പോൾ. എൻ്റെ കുട്ടികളെ കഴിഞ്ഞ മാസം പിന്നെ ഞാൻ പറഞ്ഞല്ലോ, ഉംറയ്ക്ക് പോകുന്ന സമയത്ത് പോകുന്നതിൻ്റെ മുമ്പേ കുട്ടികളെ 3 ആൺകുട്ടികളാണ്. അവരെ 3 വിളിച്ചിട്ട് നല്ല കുട്ടികളാവണം, അടങ്ങി നിൽക്കണം, പ്രയാസപ്പെടുത്തരുത്, നമുക്ക് ഹറമിൽ തന്നെ ഇരിക്കണം. അപ്പം അമ്മൻ്റെ കുട്ടികൾ നല്ല കുട്ടികളായി ഇരുന്നാലേ ഹറമിലെ ഇബാദത്തുകളൊക്കെ നല്ല രീതിയിൽ നമുക്ക് എടുക്കാൻ പറ്റുള്ളൂ എന്നൊക്കെ അവരെ 3 വിളിച്ചിങ്ങനെ ഉപദേശിക്കുക. കൂട്ടത്തിൽ ബിരുദനായ ഒരുത്തനുണ്ട്. ഓൻ്റെ അടുത്ത് പറയാം, ഉമ്മച്ചി ഒരു പേടിയും പേടിക്കണ്ട, അതൊക്കെ നമുക്ക് വൈബോസ്കി ആക്കാമെന്ന്. ഞാൻ ആലോചിച്ചു, തമ്പുരാനെ വൈബ് എന്നുള്ള വാക്ക് ഞാൻ കേട്ടിട്ടുണ്ടായിരുന്നു. വൈബോസ്കി പുതിയതാണോന്ന്? വൈബോസ്കി പുതിയതാണോല്ലോ. അപ്പോൾ ഇവരുടെ കമ്മ്യൂണിക്കേഷൻ ലാംഗ്വേജ് എന്താണെന്ന് പോലും നമുക്കറിയില്ല. അവർ പരസ്പരം ഉപയോഗിക്കുന്ന വാക്കുകൾ, അവരുടെ തിയറികൾ, അവരുടെ ഇസങ്ങൾ, ഇതൊക്കെ സ്പെല്ലിങ് തെറ്റാതെ പറയണമെങ്കിൽ പോലും നമുക്കൊരു 15 തവണ ഇമ്പോസിഷൻ എഴുതേണ്ടി വരും. അതുകൊണ്ടേ എൻ്റെ ഫോണിൽ അപ്ഡേറ്റ്സ് ഒന്നുമില്ല, എൻ്റെ ഫോണിൽ ആപ്ലിക്കേഷൻസ് ഒന്നുമില്ല എന്നൊക്കെ പറഞ്ഞിരിക്കുമ്പോൾ നമ്മളൊന്ന് ചെക്ക് ചെയ്യുക. നമ്മളറിയാതെ ഹിഡൻ ആയിട്ട് പല ആപ്ലിക്കേഷൻസ് അതിൽ ഹൈഡ് ചെയ്ത് വെക്കാൻ നമ്മളെ കുട്ടിക്ക് പറ്റും.
കുട്ടികൾ ഡ്രഗ്സ് ഉപയോഗിക്കുന്നുണ്ടോ എന്ന് നിരന്തരം അവരെ വാച്ച് ചെയ്യുക. പണ്ടത്തെ പോലെ ആടി വരുമൊന്നുമില്ല, അല്ലെങ്കിൽ പണ്ടത്തെ പോലെ ഫുൾ ടൈം ഉറക്കൊന്നുമില്ല. ഇപ്പോഴത്തെ ഡ്രഗ്സിന് സിന്തറ്റിക് ആൻഡ് നോൺ സിന്തറ്റിക് ഡ്രഗ്സ്, ന്യൂറോ ടോക്സിസിറ്റി നൽകുന്ന അനവധി ഡ്രഗ്സ് ഉണ്ട്. അതൊക്കെ സുലഭമാണ് നമ്മുടെ കയ്യിൽ. 4ാം ക്ലാസ് പഠിക്കുന്ന ഒരു കുട്ടി എൻ്റെ കൗൺസിലിങ്ങിന് വന്ന സമയത്ത് 2 വർഷമായിട്ട് അവന് കൂൾ ഉപയോഗിക്കുന്നുണ്ടെന്ന് എൻ്റെ കയ്യിൽ തന്നിട്ട് പറയാം, പൊന്നാര ഡോക്ടർ ഇതൊന്ന് ഉപയോഗിച്ചൊക്കെ നിങ്ങൾക്ക് സ്വർഗം കാണാൻ പറ്റുമെന്ന്. ആര്? 4ാം ക്ലാസ്സുകാരനെ ചുണ്ടിൻ്റെ താഴെ വെക്കാൻ കൂള് തന്നിക്കുക എനിക്ക്. നിങ്ങൾ ആലോചിച്ച് നോക്കണം, നമ്മളെ നാട്ടില, നമ്മുടെ പ്രാന്തപ്രദേശങ്ങളിലാണ് ഇതൊക്കെ, അങ്ങ് ദൂരെയുള്ള നാടുകളിലൊന്നും അല്ല. അത്രയും സുലഭമാണ് മക്കളുടെ കൈകളിൽ ഡ്രഗ്സ് എത്തുന്നത്, അത്രയും എളുപ്പത്തിലാണ് എത്തുന്നത്. അതുകൊണ്ട് അവരുടെ ഉത്തമ സുഹൃത്തുക്കളായി മാറുക, എല്ലാം പറയാനുള്ള സ്വാതന്ത്ര്യം നമ്മൾ മക്കൾക്ക് ഉണ്ടാക്കി കൊടുക്കുക, അതിനവരെ കേൾക്കുക. അവർ പറയുന്നത് കുഞ്ഞു പ്രായത്തിൽ കുഞ്ഞു കാര്യങ്ങളാണ് പറയുക, അത് വിശാലമായി കേൾക്കണം. ഉമ്മയാണെങ്കിലും ഉപ്പയാണെങ്കിലും വല്യമ്മയാണെങ്കിലും വല്യപ്പയാണെങ്കിലും മക്കളെ കേൾക്കാനുള്ള ബാധ്യത നമുക്കുണ്ട്. ചെറുപ്പകാലത്തിൽ അവരെ നന്നായി കേൾക്കുമ്പോൾ അവരെല്ലാം നമ്മളെടുത്ത് വന്ന് പറയും. തെറ്റിൽ നിന്നും അവരെ തിരുത്തി കൊടുത്ത് നല്ല വഴിയിലൂടെ അവരെ നമുക്ക് ഗൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും പ്രിയപ്പെട്ടവരെ. അതുകൊണ്ട് സ്ക്രീൻ ടൈമിൻ്റെ കാര്യം കൂടെ പറഞ്ഞ് നിർത്തുകയാണ്. 2 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് 0 ആണ് സ്ക്രീൻ ടൈം. 2 വയസ്സ് വരെ കുട്ടികൾക്ക് ഒരു കാരണവശാലും ഫോൺ കൊടുക്കരുത്. ഇറ്റ്സ് 0, 0 സ്ക്രീൻ ടൈം. 2 വയസ്സ് മുതൽ 6 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് 1 മണിക്കൂർ മാത്രമേ മൊബൈൽ ഫോൺ കൊടുക്കാൻ പാടുള്ളൂ. 6 വയസ്സ് മുതൽ 12 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് മാക്സിമം 2 മണിക്കൂറാണ്. അതിന് മുകളിലുള്ള അഡൽട്ട് ആയിട്ടുള്ള ആളുകൾക്ക് 2.5 മണിക്കൂറാണ് മാക്സിമം സ്ക്രീൻ ടൈം. എല്ലാവരും ഒന്ന് പോരെ പോയി നമ്മൾ ഫോണിൻ്റെ സ്ക്രീൻ ടൈം ഒന്ന് നോക്കുക അല്ലേ. അത് നമ്മളുടെ സ്ക്രീൻ ടൈം കുറക്കുക, എന്നിട്ട് മക്കളെ ഉപദേശിക്കുക. പ്രിയപ്പെട്ടവരെ, നമ്മളെല്ലാവരും ആഗ്രഹിച്ചതുപോലെ ബന്ധങ്ങളൊക്കെ ഊഷ്മളമാക്കുവാൻ, പിണക്കങ്ങളും തെറ്റുകളും കുറുമ്പും കുശുമ്പൊക്കെ ഉണ്ടെങ്കിലേ ഒന്ന് ചേർത്ത് പിടിച്ച് സാരല്ലടി എന്ന് പറയാൻ, സാരല്ലടോ എന്ന് പറയാൻ, നമ്മൾ തമ്മിലല്ലേ എന്ന് പറയാനുള്ള ഹൃദയ വിശാലതയിലേക്ക് എത്താൻ പഠിച്ച തമ്പുരാൻ നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ കുടുംബാംഗങ്ങളും മക്കളും ബന്ധുക്കളും എല്ലാവരും കൺകുളിർമയേകുമാറാക്കി തീർക്കുവാൻ നമ്മെ പഠിച്ചവൻ അനുഗ്രഹിക്കുമാറാവട്ടെ. പ്രാർത്ഥനകളെല്ലാം സ്വീകരിക്കുന്നവരുടെ കൂട്ടത്തിൽ പഠിച്ചവൻ നമ്മെ ഉൾപ്പെടുത്തുമാറാവട്ടെ. വാഹിർ ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.